കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ, മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ 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 കർത്താവേ, നീ പരിശുദ്ധൻ, മിശിഹാ കർത്താവേ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവാത്മാവിൻ്റെ പ്രചോദനങ്ങൾക്കായി ആഗ്രഹിച്ചുകൊണ്ട്, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നതിനായി ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗാനം ആലപിച്ചുകൊണ്ട്, ആത്മാവേ, അവിടുത്തെ നിറവ് ഞങ്ങൾക്ക് നൽകണമേ, ഈ യാത്രയിൽ അങ്ങ് ഞങ്ങളെ നയിക്കാൻ കൂടെയുണ്ടാകണമേ, വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടതും ധ്യാനിക്കേണ്ടതും എങ്ങനെയെന്ന് അറിയാത്ത ഞങ്ങളെ ആത്മാവ് തന്നെ പ്രചോദിപ്പിക്കണമേ, പഠിപ്പിക്കണമേ, സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഭക്തിപൂർവ്വം ഈ ഗാനം ആലപിക്കാം.
യേശുവിൻ്റെ പീഡാനുഭവ യാത്രയിൽ എതിർസാക്ഷ്യങ്ങളായി വന്ന ചില വ്യക്തികളെ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വിജയത്തിന് ഇവരുടെ ജീവിത പാഠങ്ങൾ കൂടി പഠിക്കേണ്ടത് ആവശ്യമാണ്. നാം ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വിശുദ്ധ പത്രോസ് ഗുരുവിനെ തള്ളിപ്പറഞ്ഞ അവസരം ഉണ്ടായി. ബലഹീനത ആധിപത്യം പുലർത്തുമ്പോൾ എല്ലാ മനുഷ്യരും പത്രോസിനെ പോലെ ആയിത്തീരുന്നു. തിരുവചന വായനയിൽ വിശ്വാസികളെ ഒരേ സമയം അത്ഭുതപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന ഒന്നാണ് ഗുരുവിനെ തള്ളിപ്പറയുന്ന പത്രോസ് എന്ന വലിയ മുക്കുവൻ്റെ ചിത്രം. ഗുരുവിൻ്റെ പ്രിയ ശിഷ്യനിൽ നിന്ന് ഇങ്ങനെയൊന്നും ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവുകയില്ല. പത്രോസ് ഗുരുവിനെ തള്ളിപ്പറഞ്ഞത് അവിടുത്തെ ഏറ്റുപറയാനുള്ള മടി കൊണ്ടോ യൂദാസിനെ പോലെ ഭൗതികമായ താല്പര്യങ്ങൾ കൊണ്ടോ അല്ല. ഹൃദയം നിറയെ സ്നേഹവും മനസ്സു നിറയെ നന്മയും ഗുരുവിനോട് അളവറ്റ ആദരവും ഉള്ളവനായിരുന്നു പത്രോസ്. മറ്റ് ശിഷ്യന്മാരെല്ലാം ഓടിമറഞ്ഞപ്പോൾ ഉപേക്ഷിക്കാനാവാതെ കൈവിടാൻ കൂട്ടാക്കാതെ അകലെയാണെങ്കിലും ഗുരുവിനെ അനുഗമിച്ചവനാണ് പത്രോസ്. എന്നിട്ടും പത്രോസിന് കാലിടറി, നാവ് പിഴച്ചു. ഹൃദയത്തിലെ ആദരവും സ്നേഹവും പ്രകടിപ്പിക്കാനോ ഗുരുവിനോടുള്ള സമർപ്പണം ഏറ്റുപറയാനോ സാധിച്ചില്ല. ചേർന്ന് നിൽക്കേണ്ട സമയത്ത് പത്രോസിന് ഗുരുവിനോടൊപ്പം നിൽക്കാനായില്ല. പത്രോസിൻ്റെ തള്ളിപ്പറിച്ചിൽ യൂദാസ് ചെയ്ത പോലെ മുൻകൂട്ടി ഒരുക്കിയ പദ്ധതിയായിരുന്നില്ല. ആലോചിച്ചുറച്ച് മനഃപൂർവ്വം ചെയ്ത ഒന്നല്ല. ചില നിമിഷങ്ങളിൽ ബലഹീനത ആധിപത്യം പുലർത്തിയപ്പോൾ പത്രോസിന് പിടിച്ചു നിൽക്കാനായില്ല. താൻ അറിയാതെ തന്നെ തന്നിലെ ബലഹീനത പത്രോസിനെ നിയന്ത്രിച്ചു. പത്രോസിനെ പരാജയപ്പെടുത്തിയ ബലഹീനത ഭയമാണ്. പത്രോസ് മറ്റുള്ളവരെ ഭയപ്പെട്ടു. അറിയാമായിരുന്നിട്ടും അറിയില്ല എന്ന് പറയാൻ പത്രോസിനെ പ്രേരിപ്പിച്ചത് യഹൂദ ജനനേതാക്കളെയും ജനക്കൂട്ടത്തെയും ഭയപ്പെട്ടതുകൊണ്ടാണ്. എല്ലാവരും യേശുവിനെ തള്ളിപ്പറയുമ്പോൾ ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ പത്രോസിന് കഴിയാതെ പോയത് അവരെക്കുറിച്ചുള്ള ഭയം ഉള്ളിൽ നിറഞ്ഞതുകൊണ്ടാണ്. അവരുടെ ഇടയിൽ ഒറ്റപ്പെട്ടു പോയ പത്രോസ് ഭയപ്പെട്ടു. ആ ഭയത്തിൻ്റെ വേലിയേറ്റത്തിൽ ഗുരുവിനെ ഏറ്റുപറയാൻ പത്രോസിന് കഴിഞ്ഞില്ല. പത്രോസ് സാഹചര്യങ്ങളെ ഭയപ്പെട്ടു. തനിക്ക് ഒട്ടും അനുകൂലമല്ലാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു പത്രോസ്. എല്ലാം കൈവിട്ടുപോയ അവസ്ഥ, പെട്ടെന്ന് താൻ ഒറ്റയ്ക്കായി എന്ന തോന്നൽ, സാഹചര്യങ്ങളെ നേരിട്ട് വിജയിക്കാതെ അവയിൽ നിന്ന് ഒളിച്ചോടാനായിരുന്നു പത്രോസിന് തിടുക്കം. സാഹചര്യങ്ങളുടെ മേലുള്ള നിയന്ത്രണം പത്രോസിനില്ലാതെ പോയി. കാരണം അവൻ്റെ ഹൃദയം ഭയം കൊണ്ട് നിറഞ്ഞിരുന്നു. തൻ്റെ അവസ്ഥ എന്താകുമെന്ന ഭയവും പത്രോസിനെ അലട്ടിയിരിക്കാൻ സാധ്യതയുണ്ട്. പച്ചമരത്തോട് ഇപ്രകാരമാണ് അവർ ചെയ്യുന്നതെങ്കിൽ ഉണക്കമരത്തോടുള്ള അവരുടെ മനോഭാവം എന്തായിരിക്കുമെന്ന ഗുരുമൊഴികൾ പത്രോസിൻ്റെ മനസ്സിൽ ഉയർന്നു കാണണം. ചിലപ്പോൾ ഗുരുവിനെ പോലെ അപമാനത്തിൻ്റെയും പീഡകളുടെയും സഹനങ്ങളുടെയും അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലോ എന്ന് പത്രോസ് ഭയന്നിട്ടുണ്ടാവണം. ഏറ്റെടുക്കേണ്ടി വന്നേക്കാവുന്ന ഭീകര പീഡകളെക്കുറിച്ചുള്ള ഭയം പത്രോസിനെ തളർത്തിയിട്ടുണ്ടാവണം. ആ ഭയമായിരിക്കണം അവൻ്റെ നാവിൽ വിരിയേണ്ടിയിരുന്ന ഞാനും അവൻ്റെ ശിഷ്യനാണ് എന്ന വാക്കുകളെ ഇല്ലായ്മ ചെയ്തത്. മരണത്തെയും തീർച്ചയായും പത്രോസ് ഭയപ്പെട്ടിട്ടുണ്ടാവണം. അപമാനങ്ങളെയും പീഡകളെയും സഹനങ്ങളെയും നേരിട്ട ഗുരു പതറിയില്ല. പക്ഷേ പത്രോസ് പതറിപ്പോയി. ഗുരുവിൽ നിന്ന് അവൻ്റെ ശ്രദ്ധ മറ്റുള്ളവരിലേക്കും സാഹചര്യങ്ങളിലേക്കും തന്നിലേക്ക് തന്നെയും മാറിയപ്പോൾ, പണ്ട് കടലിന് മീതെ നടന്നപ്പോൾ ഗുരുവിൻ്റെ മുഖത്തു നിന്ന് കാൽച്ചുവട്ടിലെ തിരമാലകളിലേക്ക് നോട്ടം മാറിയപ്പോൾ കടലിൽ മുങ്ങിത്താഴ്ന്നതുപോലെ ഇവിടെയും പത്രോസ് മുങ്ങിപ്പോയി. തൻ്റെ ഭയങ്ങളുടെ ആഴക്കടലിലേക്ക് താൻ ആരാണെന്നും തൻ്റെ ജീവിത നിയോഗം എന്താണെന്നും അല്പനേരത്തേക്ക് മറന്നുപോയി. ഗുരുവിൻ്റെ മുന്നറിയിപ്പുകളൊന്നും അവൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നില്ല. ഇതെല്ലാം അവനെ ഓർമ്മിപ്പിക്കാൻ ഗുരുവിൻ്റെ കരുണാർദ്രമായ നോട്ടം വേണ്ടിവന്നു. എവിടെ നിന്നോ കൂവിയ കോഴിയുടെ നിലവിളി വേണ്ടിവന്നു. ജീവിത വ്യഗ്രതകളിലും ഭയങ്ങളിലും പെട്ട്
ക്രിസ്തുവിനെ അനുഗമിക്കാൻ ഏറ്റുപറയാൻ കഴിയാത്തവരായി നാമും മാറാറില്ലേ? അത് ഗുരുവിനെ ഏറെ വേദനിപ്പിക്കുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയാറുണ്ടോ? ഇത് പത്രോസിൻ്റെ മാത്രം അവസ്ഥയല്ല, നമ്മുടെയും കഥയാണ്. പത്രോസിന് നേരെ വിരൽ ചൂണ്ടുന്നതിന് മുൻപ് ഞാൻ പിഴയാളി എന്നുറക്കെ നിലവിളിക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ. ഇടയ്ക്കൊക്കെ നീയും ഓർമ്മിക്കുന്നത് നല്ലതാണ്. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ഗുരുവിനെ ഒറ്റിക്കൊടുത്ത വഴികൾ, ധൈര്യമില്ലാതെ ഭയപ്പെട്ട് യേശുവിനെ തള്ളിപ്പറഞ്ഞ അവസരങ്ങൾ. നിന്നെ നോക്കുന്ന ഗുരുവിൻ്റെ മിഴികളിൽ നിന്റെ മിഴികളും ഉടക്കട്ടെ. അത് നിന്റെ മാനസാന്തരത്തിൻ്റെ തുടക്കമാവട്ടെ. അപ്പോൾ പത്രോസിനെ പോലെ ഹൃദയം നൊന്ത് കരയാൻ നിനക്കും കഴിയും. സ്തുതിച്ചുകൊണ്ട് കഴുത്തറുത്തവരുടെ പ്രതീകമാണ് യൂദാസ്. ഞാൻ വിശ്വസിച്ചവനും എൻ്റെ ഭക്ഷണത്തിൽ പങ്കുചേർന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എനിക്കെതിരായി കുതികാൽ ഉയർത്തിയിരിക്കുന്നു എന്ന സങ്കീർത്തനം 41:9 യൂദാസിൽ നിറവേറ്റപ്പെട്ടു. ദൈവസന്നിധിയിലെ കാട്ടുമുന്തിരിയാണ് അവൻ എന്ന് പറയാം. ഇന്നും സ്തുതിപാഠകർ പെരുകുന്നുണ്ട്. കൂടെയുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് കുതികാല് വെട്ടുന്നവർ ഇന്നുമുണ്ട്. എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ അടുത്തെത്തിയിരിക്കുന്നു എന്ന യേശുവചനം എന്നെയും നമ്മൾ എല്ലാവരെയും അസ്വസ്ഥരാക്കട്ടെ. വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി നിധി നഷ്ടപ്പെടുത്തിയവരുടെ പ്രതീകമാണ് യൂദാസ് എന്ന് പറയാം. ഞാൻ അവനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് എന്തു തരും? മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും നിർഭയമായ ചോദ്യമാണിത്. സകലത്തിൻ്റെയും അധിപനായ ദൈവപുത്രന് വിലയിടുവാനുള്ള മനുഷ്യശ്രമം, കൂടുതൽ സ്വരുക്കൂട്ടാനുള്ള ഓട്ടത്തിനിടയിൽ നിധി നഷ്ടപ്പെടുത്തിയവൻ്റെ പേരാണ് യൂദാസ്. 30 വെള്ളി നാണയങ്ങൾ ഒരു സാധാരണ അടിമയ്ക്ക് നൽകിയിരുന്ന തുകയായിരുന്നു. പ്രപഞ്ചനാഥനെ കീശയോളം ചുരുക്കാനുള്ള ശ്രമം, ദൈവത്തെ മനുഷ്യൻ്റെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള വിഫലശ്രമം, കൂടെ ജീവിച്ചതിൻ്റെ വിലയും മഹത്വവും തിരിച്ചറിയാതെ പോകുന്നത് അപകടകരമാണ്. കുഷ്ഠരോഗിക്ക് ശുദ്ധിയും അന്ധന് കാഴ്ചയും ബധിരന് കേൾവിയും തളർന്നവന് ഉണർവും പ്രദാനം ചെയ്തവനെ, 5000 തീറ്റിപ്പറ്റിയവനെ പണത്തിൻ്റെ കിലുക്കത്തിന് മുൻപിൽ അവൻ മറന്നുപോയി. നാർദീൻ സുഗന്ധ തൈലത്തിൻ്റെ വിലയറിയാത്തവൻ പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടി ബലിക്കുഞ്ഞാടായ ദൈവപുത്രൻ്റെ ശരീരരക്തങ്ങളുടെ വിലയെ അറിയാതെ പോയി. ഇന്നും പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ ആധുനിക പ്രലോഭനങ്ങളുടെയും മുൻപിൽ നിധി മറക്കുന്ന വ്യക്തികളായി നാം മാറരുത് എന്ന് നമ്മെ ഈ തിരുവചനങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. അപ്പകഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചുവെന്ന് യോഹന്നാൻ 13:27 നാം വായിക്കുന്നു. പിശാചിനെ ബഹിഷ്കരിക്കാൻ ശക്തിയും അധികാരവും നൽകപ്പെട്ടവൻ സാത്താൻ്റെ അടിമയാകുന്നു. നിങ്ങൾ ശുദ്ധിയുള്ളവരാണ്, എന്നാൽ എല്ലാവരുമല്ല. യോഹന്നാൻ 13:10. ഈ വചനം ഇവിടെ പ്രസക്തമാകുന്നു. പ്രകാശത്തിൽ നിന്നും അന്ധകാരത്തിലേക്കുള്ള യാത്രയാണിത്. നേരിൽ നിന്നും നെറികേടിലേക്കുള്ള പുറപ്പാടാണിത്. പുറമല്ല അകം കഴുകണമെന്ന യേശുവചനത്തിൻ്റെ ആന്തരിക അർത്ഥം ഇവിടെ വെളിപ്പെടുന്നു. സത്യത്തിൽ യൂദാസിൻ്റെ പുറത്തല്ല അന്ധകാരം, അകത്താണ്. ഉള്ളിലുള്ള പ്രകാശത്തെ ഊതിക്കെടുത്തിയതാണ് യൂദാസിന് സംഭവിച്ച പരാജയം. നീ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നുവെന്ന വചനം ഇന്നും മുഴങ്ങുന്നുണ്ട്. നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കുമെന്നുള്ള മുന്നറിയിപ്പും അലയടിക്കുന്നുണ്ട്. ഇവയൊന്നും എന്നെപ്പറ്റിയോ ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തെ പറ്റിയോ ആകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം.
ഞാൻ സ്നേഹിക്കുന്നു. അങ്ങയെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. അങ്ങേക്ക് സ്തുതികൾ അർപ്പിക്കുന്നു. കരുണയും സ്നേഹവും നിറഞ്ഞ ആർദ്ര സ്നേഹമേ, അങ്ങയുടെ തിരുസന്നിധാനത്തിലായിരുന്നു കൊണ്ട് ഞങ്ങളുടെ ഹൃദയ വിചാര വികാരങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഉയർത്തട്ടെ. ഞാൻ പാപിയുടെ മരണം ആഗ്രഹിക്കുന്നില്ല, മറിച്ച് അവൻ മാനസാന്തരപ്പെട്ട് ജീവിക്കുന്നതിനാണ് ആഗ്രഹിക്കുന്നത് എന്ന് അരുളിച്ചെയ്ത ദിവ്യനാഥ, ബുദ്ധിമുട്ടുള്ളവരെ, ഭാരം വഹിക്കുന്നവരെ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ ഞങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് അരുളിച്ചെയ്ത കരുണാസമ്പന്നനാണല്ലോ അവിടുന്ന്. ദിവ്യ ഈശോയെ, ലോകപാപങ്ങൾ പരിഹരിക്കാൻ ഗാഗുൽത്തായിൽ അങ്ങ് സമർപ്പിച്ച ബലിയോട് യോജിച്ച് ആരാധനയുടെ ഈ സമയം ഞങ്ങൾ അവിടുത്തെ തിരുസന്നിധിയിലായിരിക്കുന്നു. അവിശ്വാസികൾ, അനാഗതർ, മതപീഡകർ, നിരീശ്വരന്മാർ, സഭാവിരോധികൾ മുതലായവർ അങ്ങേക്ക് വിരോധമായി ചെയ്യുന്ന എല്ലാ പാപങ്ങൾക്കും അതിക്രമങ്ങൾക്കും ദൈവദൂഷണങ്ങൾക്കും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലായി മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും അറിഞ്ഞും അറിയാതെയും അങ്ങേ പ്രമാണങ്ങളെ ധിക്കരിച്ച് ഞങ്ങൾ തന്നെ ചെയ്തു പോയ ദ്രോഹങ്ങൾക്കും പാപങ്ങൾക്കും ഞങ്ങൾ ഈ വിശുദ്ധ കൂദാശയുടെ തിരുമുൻപിൽ ആയിരുന്നു കൊണ്ട് മാപ്പ് ചോദിക്കുന്നു. അങ്ങ് പരിശുദ്ധ കുർബാനയിൽ അനുഭവിക്കുന്ന നിന്ദ അപമാനങ്ങൾക്കും പരിഹാസങ്ങൾക്കും പരിഹാരമായി അനുദപിക്കുന്ന പാപികളുടെ മധ്യസ്ഥരായ വിശുദ്ധ മറിയം മഗ്ദലന, വിശുദ്ധ പത്രോസ്, വിശുദ്ധ ആഗസ്തീനോസ് തുടങ്ങിയവരോട് ചേർന്നുകൊണ്ട് ഞങ്ങളും ഞങ്ങളുടെ പ്രാർത്ഥനകൾ അവിടുത്തെ തിരുസന്നിധിയിൽ കാഴ്ചവെക്കുന്നു. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായർപ്പിക്കുന്നു, കാഴ്ചയായർപ്പിക്കുന്നു. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായർപ്പിക്കുന്നു, കാഴ്ചയായർപ്പിക്കുന്നു. നാഥാ നീ കൈക്കൊള്ളണേ, എന്നെ നീ കൈക്കൊള്ളണേ, പൂർണ്ണമായി കൈക്കൊള്ളണേ, യാഗമായി കൈക്കൊള്ളണേ. നാഥാ നീ കൈക്കൊള്ളണേ, പൂർണ്ണമായി കൈക്കൊള്ളണേ, യാഗമായി കൈക്കൊള്ളണേ. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായർപ്പിക്കുന്നു, കാഴ്ചയായർപ്പിക്കുന്നു.
നാഥാ നീ മാറ്റേണമേ, എന്നെ നീ മാറ്റേണമേ, പൂർണ്ണമായി മാറ്റേണമേ, അങ്ങേതായി മാറ്റേണമേ. നാഥാ നീ മാറ്റേണമേ, എന്നെ നീ മാറ്റേണമേ, പൂർണ്ണമായി മാറ്റേണമേ, അങ്ങേതായി മാറ്റേണമേ. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. അവിടുത്തെ സ്നേഹത്തിൻ്റെ കൂദാശയിൽ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ഉപേക്ഷിക്കപ്പെട്ടും വസിക്കുന്ന കർത്താവെ, അങ്ങയെ ഞാൻ എങ്ങനെയാണ് ആശ്വസിപ്പിക്കേണ്ടത്? സക്രാരിയിൽ ക്ഷമാപൂർവം അവരെ പ്രതീക്ഷിച്ചും പ്രത്യാശയോടെ അവരുടെ സ്നേഹത്തെ യാചിച്ചും വസിക്കുന്ന ഞങ്ങളുടെ കർത്താവും ദൈവവുമായ അങ്ങയെ സന്ദർശിക്കുന്നതിന് മാത്രം മനുഷ്യർക്ക് സമയമില്ല. തെരുവുകളും വിനോദരംഗങ്ങളും ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ ആലയമാകട്ടെ ഒഴിഞ്ഞുകിടക്കുന്നു. പരിത്യക്തനായ ഈശോയെ, അനർഹമായ അങ്ങേ തിരുരക്തത്താൽ വാങ്ങിയ ഇവരിൽ നിന്നും ഇപ്രകാരമുള്ള അവജ്ഞ അവിടുന്ന് എങ്ങനെ സഹിക്കും? മനുഷ്യരെ ഇത്രമാത്രം സ്നേഹിക്കുന്ന എൻ്റെ ഹൃദയം കാണുക എന്ന് വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിനോട് അരുളി ചെയ്ത ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ തീവ്രത, സ്നേഹത്തിൻ്റെ ആഴം ആർക്ക് കാണാൻ കഴിയും? അവിടുത്തെ സ്നേഹിതരിലും കുഞ്ഞുങ്ങളിലും എന്നിൽ നിന്നും സഹിക്കുന്ന ഈ തിരസ്കരണം അങ്ങേ സ്നേഹഹൃദയത്തെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ടാവും. ഗെത്സമേൻ തോട്ടത്തിൽ വെച്ചെന്നതിനേക്കാൾ ദാരുണമായി ഈ സ്നേഹകൂദാശയിൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെടുന്നു. ജെറൂസലത്തേക്കാൾ നീചമായി ഇവിടെ അങ്ങ് നിന്ദിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും ചെയ്യുന്നു. ഗാഗുൽത്തായേക്കാൾ നിഷ്ഠൂരമായി ഇവിടെ അങ്ങ് ക്രൂശിക്കപ്പെടുന്നു. പലപ്പോഴും അവിടുന്ന് അത്യധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അവിടുത്തെ ദാനങ്ങളാലും പ്രസാദവരത്താലും അങ്ങ് സമ്പന്നരാക്കുകയും ചെയ്തവർ തന്നെയാണല്ലോ കർത്താവെ അങ്ങേ ഏറ്റമധികം ദ്രോഹിക്കുകയും ഭക്തി മാന്ദ്യത്താൽ ദേവാലയത്തിൽ വെച്ച് ഏറ്റവും അപമാനിക്കുകയും ഭക്തിശൂന്യവും ദൈവദോഷകരവുമായ ദിവ്യകാരുണ്യ സ്വീകരണത്താൽ വീണ്ടും ക്രൂശിക്കുകയും ചെയ്യുന്നത്. അവിടുത്തെ സ്നേഹപാരമ്യം തന്നെ മനുഷ്യൻ്റെ ദുഷ്ടതയ്ക്ക് ഒരു കരുവായി തീരുമെന്ന്, അവിടുത്തെ അനർഹമായ സ്നേഹം വരപ്രസാദവും അങ്ങേക്കെതിരായി പ്രയോഗിക്കപ്പെടുമെന്നും അവിടുത്തേക്ക് എങ്ങനെ വിചാരിക്കാൻ കഴിയും? ഓ എൻ്റെ ദൈവമേ, എന്നെ തന്നെ കുറ്റപ്പെടുത്താൻ എനിക്കൊന്നുമില്ലല്ലോ. ഞാൻ ഒരിക്കലും അവിടുത്തെ നേരെ അനാസ്ഥയും അവിശ്വസ്തയും കാണിച്ചിട്ടില്ലയോ? വിനയത്തോടെ സ്നേഹത്തോടെ അംഗീകരിച്ച് ഏറ്റുപറയുന്നു, ദൈവമേ, എന്നിൽ നിന്നും ഉണ്ടായിട്ടുള്ള എല്ലാ ഭക്തിരാഹിത്യങ്ങൾക്കും സ്നേഹശൂന്യതയ്ക്കും എന്നോട് ക്ഷമിക്കണമേ, എനിക്ക് മാപ്പ് തരണമേ. സ്നേഹം തന്നെയായ ഈശോയെ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. അവിടുന്ന് പലപ്പോഴും സഹിക്കുന്ന പരിത്യക്തതയ്ക്കും ദൈവദോഷങ്ങൾക്കും എന്നാൽ കഴിയുന്ന പരിഹാരം ചെയ്യുവാൻ ഞാൻ ശ്രമിക്കുമെന്ന് ഉറപ്പ് തരുന്നു. ഈ ദിവസത്തിലും ഈ നാളുകളിലും ഞാൻ സഹിക്കുന്ന സകല പീഡകളും അരിഷ്ടതകളും രോഗങ്ങളും വേദനകളും നൊമ്പരങ്ങളും ഒക്കെ ഈ നിയോഗത്താൽ അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. എൻ്റെ പാപങ്ങൾക്കും എൻ്റെ ബന്ധപ്പെട്ടവരുടെ പാപങ്ങൾക്കും ഞാൻ ദുർമാതൃകയാൽ ആർക്കെല്ലാം പാപകാരണമായിട്ടുണ്ടോ അവരുടെ പാപങ്ങൾക്കും പരിഹാരം ചെയ്യാൻ ഞാൻ ശ്രമിച്ചുകൊള്ളാം.
എന്നാൽ എൻ്റെ പരിഹാര കൃത്യങ്ങളും പ്രായശ്ചിത്ത പ്രവൃത്തികളും തീരെ നിസ്സാരവും ഇത്ര വലിയ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാൻ മതിയാകാത്തതുമാകയാൽ കുരിശിൽ എനിക്ക് വേണ്ടി ജീവൻ ബലിയായി അർപ്പിച്ച അങ്ങയുടെ യോഗ്യതയോടുകൂടി ചേർത്തുകൊണ്ട് അവയെല്ലാം അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. കോപിച്ചിരിക്കുന്ന അങ്ങേ നീതി ശാന്തമാക്കാൻ അങ്ങേ തിരുമുറിവുകളിൽ നിന്നും ചിന്തിയ രക്തത്തുള്ളികളെ തന്നെ അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. ക്രൂശിതനായ നാഥ, അങ്ങ് സ്വർഗീയ പിതാവിന് സമർപ്പിച്ച പ്രാർത്ഥനകളും പീഡനങ്ങളും തൃക്കൺ പാർത്ത് എനിക്കും മറ്റെല്ലാ പാപികൾക്കും അങ്ങേ കരുണയും പ്രസാദവരവും സമർത്ഥമായി തന്നരുളണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തിനാണെൻ്റെ ഈശോ കാൽവരി ക്രൂശിൽ ബലിയായത്? എന്തിനാണെൻ്റെ ഈശോ കാൽവരി ക്രൂശിൽ ബലിയായത്? രക്തശരീരമാം ദിവ്യഭോജ്യം നൽകി മക്കളെ ധന്യരാക്കാം. രക്തശരീരമാം ദിവ്യഭോജ്യം നൽകി മക്കളെ ധന്യരാക്കാം. എന്തിനാണെൻ്റെ ഈശോ കാൽവരി ക്രൂശിൽ ബലിയായത്? രക്തശരീരമാം ദിവ്യഭോജ്യം നൽകി മക്കളെ ധന്യരാക്കാം. നൽകി മക്കളെ ധന്യരാക്കാം. ജീവിതത്തിൻ നൊമ്പരപ്പാടുകൾ സൗഖ്യമാക്കി എന്നെ സ്വന്തമാക്കാം. ജീവിതത്തിൻ നൊമ്പരപ്പാടുകൾ സൗഖ്യമാക്കി എന്നെ സ്വന്തമാക്കാം. അളക്കുവാനാവുമോ നിൻ സ്നേഹം? മറക്കുവാനാവുമോ നിൻ ത്യാഗം? അളക്കുവാനാവുമോ നിൻ സ്നേഹം? മറക്കുവാനാവുമോ നിൻ ത്യാഗം? മറക്കുവാനാവുമോ നിൻ ത്യാഗം? എന്തിനാണെൻ്റെ ഈശോ കാൽവരി ക്രൂശിൽ ബലിയായത്? തിരുവോസ്തിയായി മറഞ്ഞിരിക്കുന്നീ പൂജ്യമാം സക്രാരി തന്നിലായി നീ.
തിരുവോസ്തിയായി മറഞ്ഞിരിക്കുന്നീ പൂജ്യമാം സക്രാരി തന്നിലായി നീ അനുതാപമോടെ അണഞ്ഞിടുമ്പോൾ സക്രാരി വിട്ടെൻ്റെ ഹൃത്തിലേക്ക് അനുതാപമോടെ അണഞ്ഞിടുമ്പോൾ സക്രാരി വിട്ടെൻ്റെ ഹൃത്തിലേക്ക് സക്രാരി വിട്ടെൻ്റെ ഹൃത്തിലേക്ക് എന്തിനാണെൻ്റെ ഈശോ കാൽവരി ക്രൂശിൽ ബലിയായത് രക്തശരീരമാം ദിവ്യഭോജ്യം നൽകി മക്കളെ ധന്യരാക്കാം രക്തശരീരമാം ദിവ്യഭോജ്യം നൽകി മക്കളെ ധന്യരാക്കാം എന്തിനാണെൻ്റെ ഈശോ കാൽവരി ക്രൂശിൽ ബലിയായത് കരുണയുടെ ജപമാല ചൊല്ലി നമുക്ക് കർത്താവിൻ്റെ വലിയ കരുണയ്ക്കായി ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. പാപികളുടെ മാനസാന്തരം ഏറെ ആഗ്രഹിക്കുന്ന നല്ല ദൈവത്തിൻ്റെ കരുണയ്ക്കായി ഈ തിരുമണിക്കൂറിൽ നമുക്ക് ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിലെ ഭൂമിയുടെ സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെ വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിലെ ഉയർപ്പിനും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെ ലോകമുടേന്റെ പാപങ്ങളുടെ പരിഹാരത്തിനായി അങ്ങയുടെ വത്സരസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച്
ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവന്റെയും പാപങ്ങളുടെ പരിഹാരത്തിനായി അങ്ങയുടെ വത്സരസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവന്റെയും പാപങ്ങളുടെ പരിഹാരത്തിനായി അങ്ങയുടെ വത്സരസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവന്റെയും പാപങ്ങളുടെ പരിഹാരത്തിനായി അങ്ങയുടെ വത്സരസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ.
ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവന്റെയും പാപങ്ങളുടെ പരിഹാരത്തിനായി അങ്ങയുടെ വത്സരസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. യേശുവിനായി സ്തുതിയും സ്തോത്രവും അർപ്പിച്ചിടും ഞാൻ. പാടും ഞാൻ യേശുവിനായി സ്തുതിയും സ്തോത്രവും അർപ്പിച്ചിടും ഞാൻ. ഹല്ലേലൂയ പാടുമേ, ആനന്ദത്താൽ പാടുമേ, ജയം തന്ന നാഥനെ ഉയർത്തിടുമേ. ഹല്ലേലൂയ പാടുമേ, ആനന്ദത്താൽ പാടുമേ, ജയം തന്ന നാഥനെ ഉയർത്തിടുമേ. യേശുവിനായി സ്തുതിയും സ്തോത്രവും അർപ്പിച്ചിടും ഞാൻ. പാടും ഞാൻ യേശുവിനായി സ്തുതിയും സ്തോത്രവും അർപ്പിച്ചിടും ഞാൻ. മോശയും ദൈവമേ, യെരിഹോയെ തകർത്ത യോശുവയും നാഥനേ. ശത്രുവിൻ മുൻപിൽ
എന്നേശുവിനായി സ്തുതിയും സ്തോത്രവും അർപ്പിച്ചിടും ഞാൻ. പാടും ഞാൻ എന്നേശുവിനായി സ്തുതിയും സ്തോത്രവും അർപ്പിച്ചിടും ഞാൻ. വായടച്ച ദാനിയേലിൻ ദൈവമായി മിസ്രയീമിൽ പ്രവർത്തിച്ച യോസേഫിൻ നാഥനായി. ശത്രുവിൻ മുൻപിൽ ഭയന്നിടാതെ ധീരനായി എന്നും നിർത്തിയിടുമേ. പാടും ഞാൻ എന്നേശുവിനായി സ്തുതിയും സ്തോത്രവും അർപ്പിച്ചിടും ഞാൻ. ഹല്ലേലൂയ പാടുമേ, ആനന്ദത്താൽ പാടുമേ, ജയം തന്ന നാഥനെ ഉയർത്തിയിടുമേ. പാടും ഞാൻ എന്നേശുവിനായി സ്തുതിയും സ്തോത്രവും അർപ്പിച്ചിടും ഞാൻ. പാടും ഞാൻ എന്നേശുവിനായി സ്തുതിയും സ്തോത്രവും അർപ്പിച്ചിടും ഞാൻ. ഹല്ലേലൂയ പാടുമേ, ആനന്ദത്താൽ പാടുമേ, ജയം തന്ന നാഥനെ ഉയർത്തിയിടുമേ. ഹല്ലേലൂയ പാടുമേ, ആനന്ദത്താൽ പാടുമേ, ജയം തന്ന നാഥനെ ഉയർത്തിയിടുമേ. പാടും ഞാൻ എന്നേശുവിനായി സ്തുതിയും സ്തോത്രവും അർപ്പിച്ചിടും ഞാൻ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുമൊരപ്പം നീ മത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമത്തം നീ നിത്യമഹോന്നതമത്തം നീ മാനവരേ മോദമൊഴി നാഥനെ വാഴ്ത്തി പാടിടുവിൻ ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമത്തം നീ നിത്യമഹോന്നതമത്തം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ
നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാതൻ പൂജിതമാ തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാ തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ. രക്ഷകനാ മിശിഹാതൻ ദിവ്യമിണം വാഴ്ത്തിടുവിൻ. പരനിരയാലൊളിവിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ. ദൈവത്തിൻ മാതാവാ കന്യാമേരിയെ വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാ വൈഭവം വാഴ്ത്തിടുവിൻ. സ്വർഗാരോപിതമാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നന്മലയാ കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ.